ഇതാ നമ്മുടെ റൂമിലുള്ള മറ്റേ അനീഷില്ലേ, അവനാണെങ്കിൽ മറ്റേ വോട്ടിടാൻ വേണ്ടി പോയിട്ടിതാ വന്നിക്കണം. പിരാന്ത്, അല്ലാതെ എന്ത് പറയാന്. അവൻ വന്നോ? അവൻ ഷാഫി പറമ്പിലാണല്ലേ? ഷാഫി പറമ്പിൽ ജയിക്കുമോ? എവിടെ ഒലക്ക ജയിക്കും. അവിടെ ടീച്ചർ അല്ലാതെ പിന്നെ വേറെ ആര് ജയിക്കാനാണ്? ഷാഫി പറമ്പിൽ ജയിക്കാൻ പോകും. എന്താ പക്ഷേ എന്താ ചൂട്? എന്താണ് ബാത്റൂമിൽ പ്രശ്നം? ബാത്റൂമിൽ എന്താ പൈപ്പ് കേടണ്ടാ? അത് കുളിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. നീ ആർക്ക് വേണ്ടിയാ പോയിക്കണത്? നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയില്ല. കാരണം എന്ന് പറഞ്ഞാല് നീ നോക്ക്, കോൺഗ്രസിന്റെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തോടെ പാലായനം ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇജ്ജ് പോയിട്ട് എന്താടാ പാലാനിപ്പോ 2-3 പേര് പോയി വിചാരിച്ചു. 2-3 പേരാണോ പോയത്? അനക്ക് ഇതുവരെ നേരം എടുത്തിട്ടില്ല. 2 നേരമാണോ പോയത്? നീ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മോനെ, നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ടീച്ചറൊന്നും അവിടെ ജയിക്കാൻ പോകുന്നില്ല. അത് നിന്റെ തോന്നൽ, അത് നിന്റെ വെറും അല്ലല്ല അനീഷ, നീ അത് പറയാം. വെറും തോന്നലാണ്, നിന്റെ ഒരു തോന്നലാണ് ടീച്ചർ ജയിക്കൂല എന്നുള്ളത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നിട്ടുള്ള 67 വയസ്സായവർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിന്നിട്ടുള്ള ആൾക്കാരാണ് അവര്. പഴയ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾക്കാരാണ്. അല്ലാതെ യൂത്തന്മാരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ജയിച്ചു പോവാന്ന് പറഞ്ഞ് കുറെ 10 പിള്ളേരെയും പിടിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തിട്ട് അലക്കി 3-4 പേര് അവിടെ കൊണ്ടുപോയെന്ന് ഒരു കാര്യമില്ല. ഈ പറഞ്ഞ മാതിരി ടീച്ചറോട് നമുക്ക് മമതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഇലക്ഷന് മുമ്പ് വരെ. പക്ഷെ അവരുണ്ടല്ലോ, അവരുടെ തനി സ്വഭാവം ഈ ഇലക്ഷനോട് എന്താണ് തനി സ്വഭാവം? ആർക്കാണ് ഇല്ലാത്തത്? അല്ല പറയാ, തനി സ്വഭാവം എന്താണ്? അത് നീ പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞാൽ മതി. അല്ല ടീച്ചറിന്റെ തനി സ്വഭാവം എന്ന് പറഞ്ഞേ, അത് നീ പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞു. ടീച്ചറിന്റെ എന്ത് സ്വഭാവമാണ് കണ്ടത്? ഞാൻ പറഞ്ഞേക്കെ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ അവര് എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ എല്ലാരും പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അത് ഒരു പാർട്ടിക്കാർ. ഇപ്പൊ നീ അനീഷ് നിനക്ക് കമ്മ്യൂണിസ്റ്റ് ടീച്ചറിനെ കണ്ടുകൂടാത്തോണ്ട് നീ പറയും ടീച്ചറിനെ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്, മറ്റുള്ളവർക്ക് BJP കണ്ടുകൂടാത്തോണ്ട് അവര് പറയുന്നത് BJP-ക്കാരെ കണ്ടുകൂടാത്തോണ്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നു എന്നൊക്കെ പല പാർട്ടിക്കാരും പല ആൾക്കാരെ കുറിച്ചും പറയും. ഞാൻ നിന്റെ അടുത്ത് വ്യക്തിപരമായിട്ട് ഒരു കാര്യം പറയാം. നീ ഒരു കാര്യം, സ്വന്തം ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പോലും നാട്ടിൽ പോവാത്തവനാണ് അവൻ പോയിക്കണം. ആർക്കാണ്ടി? ഷാഫി പറമ്പിലിന് വേണ്ടി. രാവിലെ നേരത്തെ ക്രിക്കറ്റ് കളിക്കാൻ പോയി. അല്ല, ഈ ചങ്ങായിക്ക് ഭ്രാന്താണെന്ന്. ചുമ്മാ അല്ലടാ, ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൻ എന്നിട്ട് വോട്ടിടാൻ പോയിട്ട് വന്നിട്ട് എന്നെ അവിടെ നിന്ന് കാണിക്കണേ വോട്ടിട്ടെ എന്താണ് നമുക്ക് അനീഷ എന്റെ പൊന്നനിയ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ഓക്കെ, ഇത്രയും കഷ്ടപ്പാടിലും കടത്തിലും ഞാൻ ഈ വോട്ടിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ അവിടെ ഉത്തരവുണ്ട്. എന്തുത്തരം ഉള്ളത്? എന്തെന്താണ് പറഞ്ഞാലും അവിടെ ഷാഫി പറമ്പിൽ ജയിക്കില്ല. എന്താണ് എവിടെ എന്ത് പറയാനാണ്? നിനക്ക് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നീ എടാ ചുമ്മാ ബാക്കിലോട്ട് അങ്ങോട്ട് പോകാം, അങ്ങോട്ട് മാറി സംസാരിക്കും. എന്ത് കാരണം? ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. എന്ത് ഷാഫി പറമ്പിൽ തൊഴിക്കും? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പറ്റുപോയി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറ്റുമോ? പൈസ ഷാഫി പറമ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ നീ എടുക്കും. നീ എന്ത് ചെയ്യും? ഷാഫി പറമ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ മീശന്റെ പകുതി എടുക്കും, എന്റെ താടിയുണ്ട്. ചങ്ങായി അവന് ഭ്രാന്താണ്, എനക്ക് വേറെ അന്തൊന്നുമില്ലേ. അനീഷ, ഞാൻ നിന്റെ റൂമിന്റെ പുറത്തുണ്ട്, പെട്ടെന്നോ. എന്നാലും ഇത് ബെറ്റ് വെച്ചാൽ കുറച്ച് ഓവറായിട്ടാ. ഒന്നാമത്തെ രണ്ട് പാർട്ടി ആയിട്ട് ഒരു റൂമിൽ താമസിക്കുമ്പോൾ ഇതൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ. ഇത് ഞങ്ങളുടെ റൂമിലത്തെ പ്രശ്നമല്ല, എല്ലാ സ്ഥലത്തും തന്നെ. ഈ ടിക്ടോക്ക് കണ്ട തുടങ്ങി അതിൻ്റെ ഉള്ളിലുണ്ടാവും എന്തെന്ന് പറയാ. ഇത് അവരവര് ഈ ഗൾഫിലാണ് നമ്മുടെ കുടുംബം നോക്കാൻ വന്നിരിക്കുന്നത്, ഒരു വിചാരമില്ല. ഞാനിപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നീ ഇത് നിനക്ക് മനസ്സിലാവൂല. എടാ, ഈ പച്ച കൊടി, മഞ്ഞ കൊടി, ചുവപ്പ് കൊടി, ഈ കോഴിയുടെ കളർ നോക്കിയിട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പണിയെടുത്താലേ നമ്മുടെ കുടുംബത്തുള്ളൂ. ഈ നയിച്ച എൻ്റെ കുടുംബത്ത് കൊടുത്താലാണ് എൻ്റെ കുടുംബത്തെ അരിവേവുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. അവന്മാര് ജയിച്ചാലും അവന്മാര് തോറ്റാലും അവർക്കുള്ളൂ. എടാ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഷാഫി പറമ്പിൽ അവിടെ ജയിക്കാൻ പോകുന്നുള്ളൂ.
എന്റെ ചുറ്റിനും സ്നേഹത്തിന്റെ കടൽ തീർത്തവരോട് ഞാൻ പറയുന്നു, ഇതിനെല്ലാമുള്ള നന്ദി. നല്ല ആളുണ്ടല്ലോ ഷാഫി പറമ്പലിന്റെ കൂടെ. ഒതുക്കാവുന്നതല്ല മുബാറക്കിന്റെ താടി മീശയും പോവും. നന്ദി. അപ്പോഴേ ഞാൻ പറഞ്ഞാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിക്കണ്ടെന്ന്. ഒരവസരം എനിക്ക് കിട്ടിയാൽ എന്റെ പ്രവൃത്തി നല്ല രസമുണ്ടാവും മുബാറക്കിന്റെ താടി മീശയും പോയാല്. വടകരക്ക് ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. നാളല്ലേ ഇവിടെ ദിവസം. എന്റെ താടി മീശയുടെ കാര്യം നാളത്തിൽ തീരുമാനമാവും. ഉറപ്പാടാ, ജയിക്കൂടാ, 100% ജയിക്കും. കോൺഫിഡൻസിന് ഒരു കുറവില്ല അല്ലേ? അല്ലേ പിന്നെ ഞാൻ നാട്ടിൽ പോകില്ലല്ലോ. നോക്കാം. ഇനിയിപ്പോ നാട്ടില് ഒരു 6 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ അറിയാം ആര് ജയിക്കും. എന്റെ മീശ പോവോ മുബാറക്കിന്റെ മീശ പോവോ എന്നുള്ള നാളെ. എന്റെ വീഴ്ച എന്തായാലും പോകില്ല, ഉറപ്പാ. ആയിക്കോട്ടെ, എന്നാ നീ അങ്ങനെ വിചാരിച്ചു നടക്ക്. എനിക്ക് ഞാൻ എന്റെ റൂമിൽ കയറാൻ പറ്റുമോ ഇനി? അതിനെന്താ, അതിന്റെ റൂമാണ് അത്. അവൻ മാത്രല്ലല്ലോ വാടക കൊടുക്കണത്, ഞാനും വാടക കൊടുത്തിട്ടല്ലേ. അവന്റെ റൂമല്ലല്ലോ. നിങ്ങള് കീരിയും പാമ്പ് പോലല്ലേ ഇപ്പൊ രാഷ്ട്രീയക്കാരെ പേരും പറഞ്ഞ് തമ്മിൽ തമ്മിൽ അടി കൂടാ നടക്കണം. നാളെ അറിയാൻ എന്തായാലും. നോക്കട്ടെ, മുബാറക്കാ നിൽക്കുന്നു. കുറിച്ച് കൂടുതലൊന്നും അറിയാൻ വയ്യ. നാളെ റിസൾട്ട് വരാണ്. എവിടെ എന്താ റൂമിൽ എന്താ പ്രശ്നം? റൂമിൽ എന്താ ഇങ്ങോട്ട് നിക്ക്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം? നമ്മള് തമ്മിൽ എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തേ? പിന്നെ ഞാൻ കേട്ടതൊക്കെ എന്താ? ആരാ ഇലക്ഷന്റെ കാര്യം പറഞ്ഞത്? അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നാളെ ആവട്ടെ, നാളെ അതിന്റെ റിസൾട്ട് വരുമല്ലോ, അപ്പോഴും ബാക്കി കാണാം. സംസാരിച്ചത് അല്ലല്ല അൻവറെ, അത് ശരിയാവാത്തോണ്ടാണ് ഞാൻ അവനോട് സംസാരിച്ച് ശരിയാവില്ല. ഞാൻ ഇലക്ഷന്റെ കാര്യം പറഞ്ഞു, ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നതിന് ശേഷം നിന്നോട് ആര് പറഞ്ഞൂടാ? നിന്റെ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് മതി സംസാരിച്ചു. പിന്നെ എന്തിനാ മേത്തോട്ട് കളിക്കണേ? എന്താ കയ്യാങ്ങളെന്തിനാ? അവനോട് പറഞ്ഞല്ലോ സംസാരിച്ചു, പിന്നെ സംസാരിക്കാൻ വന്നിട്ട് ഞാൻ ഒരു കാര്യം, മണ്ടന്മാരായ അണികളാണ്, മനസ്സിലാവും? തേങ്ങയാണ് മണ്ടന്മാരായ അണികളെ രണ്ടാളും. നിങ്ങൾ ഈ ഗൾഫിലായിട്ട് നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങളെ പോലെ എത്ര പേരുണ്ടെന്നറിയോ? എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇങ്ങോട്ട് നിൽക്ക്. ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാര് വെട്ടുകൊണ്ട് മരിച്ചൊരു ചരിത്രം ഉണ്ടോ? ഇല്ലേ? പറ പറഞ്ഞു. അണികളാണ് വെട്ടുകൊണ്ട് മരിക്കുക, അല്ലാതെ രാഷ്ട്രീയ നേതാക്കൾ മരിക്കില്ല. നിങ്ങളെ പോലെയുള്ള അണികള് ഇങ്ങനെ തല്ലുകൂടി തല പൊളിച്ചു. നിങ്ങൾ ഗൾഫ് രാജ്യത്ത് വന്നിട്ടാണ് ഈ കയറുന്ന കാട്ടുന്നത്. റൂമിൽ വെച്ച് എന്താ പറഞ്ഞത്? എന്നോട് എന്താ പറഞ്ഞത്? ഈജ് വന്ന് പറയണോ? നാളെ കഴിഞ്ഞിട്ട് അറിയാലോ. മതിയല്ലോ, അതെന്നാ പറഞ്ഞത്? നീ എവന് വേണ്ടി ഞാൻ വക്കാലത്തല്ല, നമ്മൾ പ്രവാസികളാണ്. നിങ്ങളൊക്കെ എന്റെ കൂട്ടുകാരന്മാരാണ്, ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, ഒരേ റൂമിൽ താമസിക്കുന്നവരാണ് വർഷങ്ങളായിട്ട്. നിങ്ങൾ ഈ ഇലക്ഷൻ എന്താണ് നിങ്ങൾ കാട്ടുന്നത്? തമ്മിൽ അടിച്ചു പിടിക്കുന്നതിനാ? അയ്യേ എടാ, നീ നിന്റെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് നിന്റെ കടങ്ങൾ മാറാൻ വേണ്ടി നമ്മളിവിടെ നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് വെട്ടും കുത്തുന്നത്? ഇലക്ഷന്റെ കാര്യം പറഞ്ഞ് ഞാൻ സംസാരിച്ചു. അവന് മാത്രമേ പറയാവൂ, നമുക്ക് ആർക്കും പറയത്തില്ല. ഇലക്ഷൻ രാഷ്ട്രീയം എല്ലാവർക്കും വേണം, അതെല്ലാരും മനസ്സിലാക്കി മര്യാദ സംസാരിച്ചത്. അപ്പൊ അവൻ കയറി ചാടി എന്താ? ഞാൻ മാത്രമാണോടാ ചാടി? പിന്നല്ല, ഞാൻ മാത്രമാണോടാ ചാടി? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇനിയിപ്പോ നിങ്ങളെ നാളെ ഇലക്ഷന്റെ റിസൾട്ട് വരും. നാളെ വരട്ടെ, നാളെ വന്നിട്ട് സംസാരിക്കാം. സംസാരമൊന്നുമില്ല. ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്കൊന്നുമില്ല. ജയിച്ചാലും തോറ്റാലും നമ്മളൊക്കെ സാധാരണ ജനങ്ങളാണ്, പൗരന്മാരാണ്. എന്നോട് പറഞ്ഞില്ലല്ലോ, സംസാരിച്ചില്ലല്ലോ. സംസാരിക്കണ്ട വിഷയം. നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാരുണ്ട്. അത് അവനാ. അതെ, നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുക. നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് പോണോ, അത് അടിച്ച് പിരിഞ്ഞ് വെട്ടുകൊണ്ടിട്ട് ചാവണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പോണു. അവസാനത്തെ മണ്ഡലം വടകര.
തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന്റെ സ്വഭാവം കൊണ്ടൊരു സ്റ്റാർ മണ്ഡലം ഉണ്ടെങ്കിൽ അത് വടകരയാണ്. പ്രത്യേകം ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ലാത്ത 3 സ്ഥാനാർത്ഥികളാണ് മുന്നണികൾക്കായി മത്സരരംഗത്ത് ഉള്ളത്. യുഡിഎഫിന് വേണ്ടി ഷാഫി പറമ്പിൽ, കെ ശൈലജ എൽഡിഎഫ് സ്ഥാനാർത്ഥി. യുവരക്തം എൻഡിഎക്ക് വേണ്ടി ചാനൽ ചർച്ചകളൊക്കെ സജീവമായി പങ്കെടുക്കുന്ന പരിചിത മുഖം പ്രഫുൽ കൃഷ്ണ. അണികളാണ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ആവേശത്തിൽ. ഷാഫി ലീഡ് പിടിച്ചിരിക്കും. ഷാഫി പറമ്പിൽ മുന്നിലെത്തിയിരിക്കുന്നു. മുന്നിലേക്ക് വരികയാണ്. യുഡിഎഫിന് വേണ്ടി ഷാഫി പറമ്പിൽ, കെ ശൈലജ എൽഡിഎഫ് സ്ഥാനാർത്ഥി. ശൈലജ ടീച്ചറുടെ വിജയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 67,035 പണിക്ക് പോകണ്ട. എന്ത് എന്ത് വേണ്ടെന്ന് ഇന്നിപ്പോ നമ്മുടെ താടി എടുക്കണം നമ്മള്. എന്ത് എന്ത് ബെറ്റ് വെച്ചില്ലേ? എന്ത് നോക്കണത് തെറ്റല്ലേ? ബാ നീയും പറഞ്ഞം, കാരണം നീയും കൂടെ കേട്ടില്ലേ അന്നേരമുണ്ടല്ലോ അമ്പറുണ്ട് പൊന്നെ എന്ത് അതെന്നാ എണീര് വാ മക്കള് വാ അമ്പറേ വാടാ കൊണ്ടോടക്കണ്ടേ ജിഞ്ചക്കടി അയ്യമ്മ ജിഞ്ചക്കടി അന്നൂറത്ര പ്രദേശം അന്നൂറ് പറഞ്ഞു അപ്പോഴേ ഒരു വർഷം 1.5 വർഷമായിട്ട് കൊണ്ടുനടക്കുന്ന താഴെയാണ് അവ എടുത്തില്ല. അതൊന്നും സാരമില്ല. മതി നിർത്തി കുഴപ്പമില്ല. ഇനിയെങ്കില് ബെറ്റ് വെക്കുമ്പോ നോക്കി വെക്കണം, മനസ്സിലായില്ലേ? അൻവർ പറഞ്ഞതുകൊണ്ട് മാത്രം പോയി താടി പോട്ടെ. ഇന്നേ എന്റെ വക മന്തി നെഹദി മന്തിയിലേക്ക് വിട്ടാലാ? അനീഷേ സാരല്ലട പോവാടാ പാടാ ഫുഡ് വാങ്ങിച്ചാടാ വിട്ടലടാ. അല്ല ബ്രോ ഇത് പറഞ്ഞോടുക്ക് കഴിഞ്ഞില്ലേ? എന്തായാലും കഴിഞ്ഞില്ലേ? അൻവർ പണ്ട് അങ്ങനല്ലേ പറഞ്ഞത്? ഇലക്ഷന് മുമ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞില്ല? അപ്പഴേ പറഞ്ഞു ഈ കളി വേണ്ട 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 രാഷ്ട്രീയം വേണ്ട വേണ്ട എപ്പോഴും പറഞ്ഞല്ലേ, കളി കാര്യമായില്ലേ? ഞാൻ വിട്ടല്ലോ. ഇതാണ് ഞാൻ പറയാറുള്ളത്, നമ്മുടെ റൂമിൽ രാഷ്ട്രീയം വേണ്ടാന്ന്. സുഹൃത്ത് ബന്ധത്തിനപ്പുറം ഒരു രാഷ്ട്രീയവും നിങ്ങൾ കൊണ്ടുപോകരുത്. ഇതാണ് നമ്മളെല്ലാം ഒന്നാണ്.